ഞാൻ ഡോക്ടർ ദീപ്തി ദാമോദരൻ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, രാജഗിരി ഹോസ്പിറ്റൽ. കുട്ടികളിൽ സാധാരണമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമായ അനീമിയ അഥവാ രക്തക്കുറവിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് എന്താണ് അനീമിയ? രക്തത്തിൽ ഉണ്ടാവുന്ന ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ കുറവിനാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ പല കാരണങ്ങളാൽ ഉണ്ടാവാമെങ്കിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പോഷകക്കുറവ് കാരണമുണ്ടാകുന്ന അനീമിയ, അതായത് ന്യൂട്രീഷണൽ അനീമിയ ആണ്. ഇത് ഭക്ഷണത്തിൽ അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 എന്നിവയുടെ കുറവ് കാരണമാകാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൂടുതലും ഇരുമ്പിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ലക്ഷണങ്ങൾ? അനീമിയ പല പ്രായക്കാരിൽ പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ അമിതമായിട്ടുള്ള കരച്ചിൽ, വാശിപിടുത്തം, ഇറിറ്റബിലിറ്റി ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാകാം. കുറെ കൂടെ മുതിർന്ന കുട്ടികളാകുമ്പോൾ അവരിലുള്ള ക്ഷീണക്കൂടുതൽ, വിശപ്പില്ലായ്മ, പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, പിരിപിരിപ്പ് കൂടുതൽ അയൺ ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാകാം. അതേപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കാൻ താല്പര്യപ്പെടാത്ത ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് കല്ല്, മണ്ണ്, ചുവരിലെ പ്ലാസ്റ്റർ, ചോക്ക്, ഐസ് ഒക്കെ കഴിക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് നമ്മൾ പൈക്ക എന്ന് പറയും. പൈക്ക അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു ലക്ഷണമാണ്. ഒരുപാട് കൂടിയ അവസ്ഥയിൽ തലകറക്കം, ചെവിയിലുള്ള മൂളക്കം, ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ ഹാർട്ട് ഫെയിലിയർ വരെ ഉണ്ടാകാം. അയൺ ഡെഫിഷ്യൻസി എങ്ങനെ ചികിത്സിക്കും? കുട്ടിയുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവും മറ്റ് ടെസ്റ്റുകൾ, പെരിഫറൽ സ്മിയർ, റെഡ് സെൽ ഇൻഡീസസ്, ശരീരത്തിലുള്ള അയൺ സ്റ്റോർസ് നോക്കുന്ന സീറം ഫെറിറ്റിൻ എന്നിവ ടെസ്റ്റ് ചെയ്ത് കുട്ടിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഡോക്ടർ കുഞ്ഞിന് വെയിറ്റ് അനുസരിച്ച് അയൺ ഡ്രോപ്സോ സിറപ്പോ ടാബ്ലറ്റോ നൽകുന്നതായിരിക്കും. അയൺ ടാബ്ലറ്റും സിറപ്പും എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ. അയൺ എപ്പോഴും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറിന് ശേഷം എടുക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന തരം ചില പദാർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാലിലുള്ള കാൽസ്യം, ചായയിലും കാപ്പിയിലും കാണുന്ന ടാനിൻസ്, പോളിഫിനോൾസ് എന്നിവ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അയൺ സിറപ്പോ ടാബ്ലറ്റോ ചായയോ പാലോ കാപ്പിയുടെയോ കൂടെ കൊടുക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട് ജ്യൂസ്, വൈറ്റമിൻ സി സിറപ്പ്, മൾട്ടി വൈറ്റമിൻ സിറപ്പൊക്കെ അയൺ സിറപ്പിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. രണ്ടാമതായി, ഡോക്ടർ അയൺ സിറപ്പ് തരുമ്പോൾ അത് ചുരുക്കം കുഞ്ഞിന് 2-3 മാസമെങ്കിലും നൽകേണ്ടതാണ്. 1 മാസം കൊണ്ട് തന്നെ കുട്ടിയുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുമെങ്കിലും ശരീരത്തിലുള്ള അയൺ സ്റ്റോർസ് കൂട്ടാൻ 2-3 മാസം തന്നെ അയൺ സിറപ്പ് കഴിക്കേണ്ടതാണ്. അയൺ ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ തടയാം? പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഭക്ഷണത്തിലുള്ള അയൺ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ കാണുന്ന ഹീം അയണും വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ കാണുന്ന നോൺ ഹീം അയണും. ഇതിൽ ഹീം അയണിൻ്റെ അബ്സോർപ്ഷനാണ് എപ്പോഴും നോൺ ഹീം അയണിൻ്റെ അബ്സോർപ്ഷനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഹീം അയൺ അടങ്ങിയ മുട്ട, മത്സ്യം, ചിക്കൻ, ഇറച്ചി ഒക്കെ കുഞ്ഞിൻ്റെ ഭക്ഷണക്രമത്തിൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതേസമയം നോൺ ഹീം അയൺ കൂടുതലുള്ള പച്ച ഇലക്കറികൾ, ഫ്രൂട്ട്സിൽ ഈന്തപ്പഴം, പേരയ്ക്ക, തണ്ണിമത്തൻ, ശർക്കര, പയറുവർഗ്ഗങ്ങൾ, റാഗി ഇതൊക്കെ ദിവസവും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായി, എല്ലാ 6 മാസം കൂടിയിരിക്കുമ്പം കുട്ടികൾക്ക് വിര ഇളക്കാനുള്ള മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അയൺ ഡെഫിഷ്യൻസി അനീമിയ അകറ്റാനായിട്ട് പല പദ്ധതികളുണ്ട്. ഇതിൽ 6 മാസം മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അയണും ഫോളിക് ആസിഡ് അടങ്ങിയ സിറപ്പും ടാബ്ലറ്റും ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കേണ്ടതായിട്ടുള്ളത് ലഭ്യമാണ്. ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക, അയൺ ഡെഫിഷ്യൻസി അനീമിയ അകറ്റുക.